ന്യൂസ് മോർണിംഗിലേക്ക് വീണ്ടും. നേരത്തെ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്ന വാർത്തയിലേക്ക് തന്നെയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള 2 ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ CPM-ൽ ആലോചന. തുടർഭരണം ലക്ഷ്യമിട്ടിറങ്ങുമ്പോൾ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയാൽ ചില സിറ്റിംഗ് സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ടേം വ്യവസ്ഥയിൽ ഇളവ് വരുന്നതോടെ പിണറായി വിജയൻ, KK ശൈലജ അടക്കമുള്ള നേതാക്കൾ വീണ്ടും മത്സരരംഗത്തുണ്ടാകും. RB സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, തുടർച്ചയായി 2 തവണ മത്സരിച്ച് വിജയിച്ച ആളുകൾ 3ാം തവണയിലേക്ക് പോകേണ്ടതില്ല എന്ന നിയമത്തിൽ ചട്ടത്തിൽ ഇളവ് വരുത്തണമെന്ന ആലോചനയാണ് ഇപ്പോൾ CPM-ലുള്ളത്. 2 കാരണങ്ങൾ ഉണ്ടാകാം. ഒന്ന്, പ്രധാനപ്പെട്ട നേതാക്കളെ വീണ്ടും ജയിപ്പിക്കണമെന്ന ഒരു കാര്യം. മറ്റൊന്ന്, ഇനിയിപ്പോൾ തുടർഭരണം കിട്ടിയാൽ തന്നെ പ്രധാനികളായ ആളുകളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരണമെന്ന ആഗ്രഹമുണ്ടാകും. അതെല്ലാം വെച്ചാണ് ഈ പുതിയ ആലോചന. അപ്പോൾ ഈ ആലോചന തന്നെ നടപ്പാവാനുള്ള സാധ്യതയാണോ പാർട്ടിക്കകത്ത് കാണുന്നത്? സൈഫുദ്ദീൻ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് CPM ഈ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയത്. അന്ന് ഈ പറയുന്ന പോലെ 2 തവണ മത്സരിച്ച് വിജയിച്ചവർ മത്സരിക്കേണ്ട, പകരം പുതുമുഖങ്ങൾ വരട്ടെ എന്നുള്ള ഒരു തീരുമാനം അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ചുക്കാൻ പിടിച്ച് നടപ്പാക്കിയത്. പിന്നാലെ മന്ത്രിസഭയിലും ഇതേ രീതി കൊണ്ടുവന്നു. കഴിഞ്ഞ തവണത്തെ മന്ത്രിമാർ വേണ്ട, മുഖ്യമന്ത്രി ഒഴികെ ബാക്കിയുള്ള എല്ലാ മന്ത്രിമാരും പുതിയ മുഖങ്ങളായിരുന്നു. ഇന്നിപ്പോ ഈ ഒരു 3ാം ഭരണം CPM ലക്ഷ്യമിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തിലേക്ക് എത്താൻ വേണ്ട മാന്ത്രിക സംഖ്യയായിട്ടുള്ള 71 സീറ്റുകളുടെ വിജയം അത് മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോ CPM ഈ ഒരു ഇളവ് കൊണ്ടുവരാൻ വേണ്ടി ആലോചന നടത്തുന്നത്. 2 ടേം പൂർത്തിയാക്കിയ 23 MLA-മാർ നിയമസഭയിലുണ്ട് സൈഫുദ്ദീൻ. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചു പേർക്കെങ്കിലും ഇളവ് നൽകാനുള്ള ഒരു ആലോചനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M രാജഗോപാൽ, അദ്ദേഹം 2 ടേം പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വീണ്ടും മത്സരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂരിൽ അദ്ദേഹം ഒരുപക്ഷെ മത്സരിച്ചേക്കും. രണ്ടാമത് കണ്ണൂരിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ KK ശൈലജ, സ്പീക്കറായിട്ടുള്ള AN ഷംസീർ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. LDF കൺവീനർ ആയതുകൊണ്ട് തന്നെ TP രാമകൃഷ്ണൻ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണ്. മന്ത്രി OR കേളുവും വീണ്ടും മത്സരിച്ചേക്കുമെന്നുള്ള സൂചന കിട്ടുന്നുണ്ട്. പാലക്കാടുള്ള 8 സിറ്റിംഗ് സീറ്റുകളിൽ ചില ഇടങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥി വരും. അതേപോലെ എറണാകുളത്ത് പക്ഷേ സിറ്റിംഗ് MLA-മാരെ ആരും തന്നെ മാറ്റേണ്ടതില്ല എന്നുള്ളൊരു ആലോചനയുമുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന MM മണി ഒരുപക്ഷെ മത്സരിക്കുന്ന കാര്യത്തിൽ സംശയമുണ്ട്. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ U പ്രതിഭ, അതുപോലെ മന്ത്രി സജി ചെറിയാൻ എന്നിവർ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പത്തനംതിട്ടയിൽ നിന്ന് വീണ ജോർജിനും ഈ 2 ടേം എന്ന കാര്യത്തിൽ ഇളവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ കൊല്ലത്താണെങ്കിൽ മുകേഷ് ഉണ്ടാവാൻ സാധ്യതയില്ല, പകരം ഇരവിപുരത്ത് M നൌഷാദ് തന്നെ വീണ്ടും മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരത്ത് 6 പേർ 2 ടേം പൂർത്തിയാക്കിയവരാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ പോരാട്ടം നടന്ന നേമത്ത് മന്ത്രി V ശിവൻകുട്ടിയെ തന്നെ വീണ്ടും രംഗത്തിറക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പാറശാലയിൽ